അല്ല, സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ വലിയ വിലയിരുത്തലുകളൊന്നും നടത്തിയിട്ടില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചാരണം നടത്തുക, പരമാവധി വോട്ടർമാരിലേക്ക് എത്തിപ്പെടുക. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയവും നിലപാടുകളും ജനങ്ങളിലെത്തിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യും ഈ വോട്ടർമാരെന്നെ തിരഞ്ഞെടുത്താലെന്ന് ജനങ്ങളോട് പറയുക. ആ ഒരു ഉത്തരവാദിത്വമായിരുന്നു എന്നിൽ ഉണ്ടായിരുന്നത്. ആ ഉത്തരവാദിത്വം പരമാവധി നിർവഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പൂർണ്ണമായോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായില്ല, പക്ഷേ എങ്കിൽ പോലും പരമാവധി പറ്റാവുന്നത്ര ആളുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അത് നിർവഹിച്ചു എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഈ കണക്കുകൾക്കെല്ലാം അപ്പുറത്തേക്ക്, കണക്കുകൾ പോളിംഗ് ശതമാനം കൂടുക കുറയുന്നതിനപ്പുറത്തേക്ക് വോട്ടർമാരുടെയാണ് അവകാശം. അവർ തീരുമാനിക്കട്ടെ. അവർ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന കുറേ ആളുകൾ തെരഞ്ഞെടുപ്പിനെ വോട്ട് ആർക്കും ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും എനിക്ക് ഈ മണ്ഡലത്തിലെ വോട്ടർമാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ ജയപരാജയങ്ങൾ നമുക്കൊരു പ്രശ്നമല്ല. അല്ല, ഒരിക്കലും. അത് ജനാധിപത്യ പ്രക്രിയയല്ലേ. ജയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് മത്സരിച്ചതും അതിനു വേണ്ടി തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഈ മണ്ഡലത്തിലെ വോട്ടർമാർ പറയുകയാണ് എല്ലാം നല്ലതാണ്, പക്ഷേ ഞങ്ങളുടെ പ്രതിനിധിയെ ഞങ്ങൾക്ക് വേറൊരാളെ വേണമെന്ന് അവർ തീരുമാനിച്ചാൽ അതിനെ നമുക്ക് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? അത് അവരുടെ തീരുമാനമാണ്, ഓരോ വോട്ടറുടെയും തീരുമാനമാണ്. പക്ഷേ ഞാൻ ആ ഓരോ വോട്ടറിലും, ഈ വയനാട് മണ്ഡലത്തിലെ ഓരോ വോട്ടറിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവരുടെ ഈ മണ്ഡലത്തിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് അതൊരു പരിഹാരം തേടുന്നതിന്, ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു പരിധിവരെ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം അവരിൽ കൊണ്ടുവരാനും, അതേപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ നിലപാടുകൾ, ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ, അതിനെ ഈ വോട്ടർമാർ അംഗീകരിക്കുന്നുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ഞാൻ, നിങ്ങൾ സൂചിപ്പിച്ച ഇടിവുണ്ടായാലും ഇല്ലെങ്കിലും, ഞാൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ ഞാൻ വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ ദേശീയ തലത്തിൽ. പിന്തുണയ്ക്കുമോ? അല്ല, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അവിടെ യു പിയിൽ എന്താണ് അലയൻസ് എന്ന്, ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് അലയൻസ് ആണ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഓരോ സ്റ്റേറ്റിലും എന്താണ്, അതുകൊണ്ടാണല്ലോ ഇവിടെ LDF UDF എന്ന രീതിയിൽ നമ്മൾ മത്സരിക്കുന്നത്. സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള, അവിടെ ഇടതുപക്ഷം ഏത് അണിയുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണോ മത്സരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഞാൻ പറഞ്ഞില്ലേ, തെലുങ്കാന ഒഴികെ വേറെ ഒരിടത്തിലും കോൺഗ്രസുമായി ഇടതുപക്ഷത്തിന് സഖ്യമില്ല. കോൺഗ്രസ് ഇടതുപക്ഷത്തോട് സഖ്യം ചേരാൻ തയ്യാറായില്ല. ഒരേ ഇടത്തിൽ കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയ ഇടതുപക്ഷവുമായിട്ട് അത് തെലുങ്കാനയിലായിരുന്നു. അവിടെ കോൺഗ്രസ് വിജയിക്കുന്ന കാഴ്ചയും കണ്ടു. UPയിൽ കോൺഗ്രസ് ഇടതുപക്ഷത്തെ, കോൺഗ്രസും അതുപോലെ തന്നെ SP യും അവർ രണ്ടുമാണല്ലോ ഒരുമിച്ചിപ്പോൾ. അപ്പോൾ ഇടതുപക്ഷത്തിന് അത് ആ അണിയിൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഇടം കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്നുള്ളത് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്ക് അതും ആ ഒരു ഇതിലേക്ക് ഞാൻ ഇപ്പോഴും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചില കാര്യങ്ങളിലാണ് ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് പരിശോധിച്ചിട്ടില്ല. അവിടെ ഒരു മുന്നണിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പാർട്ടി ആവശ്യപ്പെട്ടാൽ അവിടെ പോയി പ്രചാരണം നടത്തും. വയനാട്ടിൽ LDFൻ്റെ വോട്ടുകൾ മുഴുവനും കെട്ടിയിലായിട്ടുണ്ട് എന്ന് വിശ്വാസമുണ്ടോ എന്നാണ് താഴെത്തട്ടിൽ നിന്നുള്ള ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ നമ്മളോട് പറയുന്നത്. ആ രീതിയിൽ ഞങ്ങൾ അതാണ് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പറയാനും മറ്റൊരു കാരണം അത് തന്നെയാണ്. ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരുടെയും ഒക്കെ തന്നെ വോട്ടുകൾ അവർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് താഴെ തലത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് കിട്ടുന്നത്.